വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കോഴ കേസിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിൽ. ഗൂഢ ഉദ്ദേശത്തോടെയാണ് തനിക്കെതിരെയുള്ള ആരോപണങ്ങളെന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ അദ്ദേഹം പറയുന്നു. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. പറയൂ ശ്രീകാന്ത്. ഇത് പ്രതീക്ഷിച്ച നീക്കം തന്നെയാണ്. കാരണം ഈ കേസിലെ പ്രധാനപ്പെട്ട 3 പ്രതികൾക്ക് ജാമ്യം കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇയാൾ ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇയാളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകും എന്നുറപ്പായിരുന്നു. അതാണ് ഇപ്പോൾ ഈ നീക്കത്തിന് കാരണം. താൻ നിരപരാധിയാണെന്ന് ഇയാൾ പറയുന്നു. ഗൂഢ ഉദ്ദേശത്തോടെയാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുള്ളത്. ഇ ഡി കേസിൽ നിന്നും രക്ഷപ്പെടാനാണ് പരാതിക്കാരൻ ആരോപണങ്ങൾ ഉന്നയിച്ചത്. പരാതിക്കാരൻ വളരെ കാലമായി നിയമത്തിൽ നിന്നും ഒളിച്ചോടുന്ന വ്യക്തിയാണ്. നിലവിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ താനുമായി ബന്ധമില്ലാത്തതാണെന്നും തെളിവുകളുടെ പിന്തുണയില്ലെന്നും ഇപ്പോൾ ശേഖർ കുമാർ പറയുന്നു. കേസിൽ അറസ്റ്റിലായ ഇടനിലക്കാരുമായി തനിക്കൊരു ബന്ധവുമില്ല. ഇതാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉന്നയിക്കുന്നത്. കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും.